യു ആർ വാച്ചിങ് അക്യോ ലൈഫ് മലയാളം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഒരു സ്മാർട്ട് വാച്ച് ഓർഡർ ചെയ്ത ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വാച്ചിനെ കുറിച്ച് ഉള്ള എല്ലാ ഡീറ്റെയിൽസും സംസാരിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പേ ഞാൻ MIയുടെ സ്മാർട്ട് ബാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് വാച്ച് മേടിക്കണമെന്നുള്ള ഒരു കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ല ഒരു ഓഫർ ഈ പെബിളിൻ്റെ സ്മാർട്ട് വാച്ച് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിത് എളുപ്പം ഓർഡർ ചെയ്ത്. അതല്ലാതെ ഞാൻ ജനറലി യൂസ് ചെയ്യുന്ന എൻ്റെ കൈ കാണുന്ന പോലത്തെ അനലോഗ് വാച്ചസ് ആണ്. സോ ക്ലാസിക് വാച്ചസ് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഡിജിറ്റലിലോട്ട് സ്വിച്ച് ആകാനുള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് ഓർഡർ ചെയ്ത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഓർഡർ പ്ലേസ് ചെയ്ത്. പെബിൾ കോസ്മോ ലൂക്സ്. ഇതിൻ്റെ ഒരു പ്രൈസ് 3,388 റുപ്പീസായിരുന്നു, റൈറ്റ്? സോ ഇത് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ബോക്സിൻ്റെ മുകളിൽ പെബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതല്ലാതെ കോസ്മോ ലൂക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. യൂണിവേഴ്സ് ഓൺ യുവർ റിസ്റ്റ്. സോ നല്ല ഒരു ബോക്സ് പാക്കേജിംഗ് ആണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ എളുപ്പം നമുക്ക് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. സോ നമുക്കൊരു കട്ടർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പ് റിമൂവ് ചെയ്യണം. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ വാച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ. കാരണം ഇത് എൻ്റെ ആദ്യമായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. ആൻഡ് റൗണ്ട് ഡയൽ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് വേണമെന്ന് ആയിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ആമുലേറ്റ് ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നോക്കി കണ്ടു കഴിഞ്ഞപ്പം കുറേ റിസർച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പെബിളിൻ്റെ ഈ വാച്ചിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ച്. സോ ഇതിൻ്റെ അകത്ത് ഇവിടെ ഇവർ എഴുതിയിട്ടുണ്ട്, ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പ്രൊട്ടക്റ്റീവ് ടെമ്പേർഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ ഇവർ ഇതിൻ്റെ കൂടെ ബോക്സിൻ്റെ അത് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ പുറകെ ഫീച്ചേഴ്സ് എഴുതിയേക്കുന്നത് കാണാം. ബ്രൈറ്റ് HD ഡിസ്പ്ലേ, 600 നിറ്റ്സ് വരെയുള്ള ബ്രൈറ്റ്നസ് ഉണ്ട്. അതല്ലാതെ കളർ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. പിന്നെ ഇവിടെ എഴുതിയേക്കുന്നത് ബ്ലൂടൂത്ത് കോളിംഗ് സപ്പോർട്ട് ചെയ്യാനാണ്. AI വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. അതല്ലാതെ ഡെഡിക്കേറ്റഡ് SpO2 സെൻസറുണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് ആൻഡ് BP മോണിറ്ററിങ്ങും ഇതിൻ്റെ അകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടത് 5 ATM വാട്ടർ റെസിസ്റ്റൻസിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇവർ. അതല്ലാതെ റെസ്പോൺസീവ് വാച്ച് ഫേസസ്, അപ്പം അത് നമുക്ക് നോക്കേണ്ട ഒരു ഫീച്ചറാണ്. പിന്നെ മൾട്ടി സ്പോർട്സ് മോഡ് ഉണ്ട്. അതല്ലാതെ അലാം ആൻഡ് നോട്ടിഫിക്കേഷൻ, സ്ലീപ്പ് മോണിറ്ററിങ്, പിന്നെ സ്ട്രെസ് മോണിറ്ററിങ്. നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ അകത്തൊക്കെ കാണുന്ന ഫീച്ചേഴ്സാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡ് ബൈ ടൈം ഒരു പറഞ്ഞേക്കുന്ന 30 days എന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അതല്ലാതെ iOSനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ സ്ട്രാപ്പ് മെറ്റീരിയൽ നമ്മളെ ഹൈ ക്വാളിറ്റി സിലിക്കോൺ എന്നാണ് എഴുതിയേക്കുന്നത്. അതല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ MRP ഇവിടെ പുറകെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബോക്സ് തുറക്കാം. ഇതിൻ്റെ സ്ലീവ് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെബിൾ എന്ന് എഴുതിയേക്കുന്നത് ഇവിടെ കാണാം. സോ എന്തായാലും നമുക്ക് ഈ ബോക്സ് തുറന്ന് നോക്കാം അകത്ത് എന്തുവാണോ ഉള്ളത്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വാച്ച് കാണാൻ സാധിക്കും. വാച്ചിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഇവർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാച്ച് ഓണായി ഇരിക്കുന്ന ആ ഒരു രീതിയിൽ ആണ് ഈ സ്റ്റിക്കർ കണ്ടാൽ നമുക്ക് തോന്നുന്നത്. സോ എളുപ്പം നമുക്ക് ഈ വാച്ച് വെളിയിലെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം വാച്ചിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. അതല്ലാതെ ഇവർ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഗോൾഡൻ ഫിനിഷ് ഉണ്ട്. ബ്ലാക്ക് സ്ട്രാപ്പിൻ്റെ കൂടെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു വാച്ചാണിത്. എന്തായാലും ബോക്സിൻ്റെ വേറെ കണ്ടൻറ്റ്സ് ഒക്കെ നമുക്ക് ഒന്ന് എളുപ്പം ചെക്ക് ചെയ്യാം. സോ ഈ ഒരു ഫോം മാറ്റിയിട്ട് അടുത്ത ഫോം. സോ ഇതിൻ്റെ അകത്ത് വേറെ നമുക്ക് കിട്ടുന്ന ചാർജിങ് കേബിളാണ്, ഒരു പോക്കോ പിൻ സ്റ്റൈൽ ചാർജിങ് കേബിൾ. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഇവർ സ്ക്രീൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു വൈപ്പ് കൊടുത്തിട്ടുണ്ട്. 2 വൈപ്സാണ്, ഒരെണ്ണം വെറ്റ് വൈപ്പും ഒരെണ്ണം ഡ്രൈ വൈപ്പും. അതല്ലാതെ കുറേ പേപ്പർ വർക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. സോ യെസ്, നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. സോ ആ യൂസർ മാനുവൽ നമുക്ക് വായിച്ച് നോക്കാം. വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. അതല്ലാതെ എക്സ്റ്റെൻഡഡ് ഗ്യാരൻറ്റീഡ് ഒരു കാർഡ് ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് us see how it all works. എന്തായാലും ഇത് രജിസ്റ്റർ നമ്മൾ ചെയ്യണം. QR കോഡ് സ്കാൻ ചെയ്തിട്ട് 1 year ഗ്യാരൻറ്റി ആണ് ഇവർ ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് കൊടുക്കുന്നത്. സോ എന്തായാലും പാക്കേജിങ്
കണ്ടൻറ്റ് ഒക്കെ നല്ലതാണ്. ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ വാച്ചിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ മാനുവലിൻ്റെ അകത്ത് ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ള നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോൻ്റെ അകത്ത് സ്റ്റഡി ചെയ്യാം. ഇനി ഇതിൻ്റെ ചാർജിങ് കേബിളിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇത് ഒരു പോക്കോ പിൻ സ്റ്റൈലിലെ മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ്. സോ ഇത് നിങ്ങളുടെ ഏതെങ്കിലും ചാർജറിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ വാച്ച് ഈസിലി മാഗ്നറ്റ് വെച്ച് അറ്റാച്ച് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ്. സോ ഐ തിങ്ക് ഇതുപോലത്തെ ഒരു ചാർജിങ് സെറ്റപ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചാർജിങ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സോ എന്തായാലും വേറെ നമുക്ക് ബോക്സിൻ്റെ അകത്ത് ലാസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ പ്രൊട്ടക്റ്റീവ് ഫിലിമാണ്. സോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാച്ചിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നത്. സോ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. പെബിൾ ചെറിയ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഗ്ലാസ് പ്രൊട്ടക്ടർ നമ്മുടെ ഡിസ്പ്ലേൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. റൈറ്റ്, ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡിസ്പ്ലേൻ്റെ മുകളിൽ ഇപ്പം പ്രൊട്ടക്ടർ ഒന്നുമില്ല, ബെയർ ഡിസ്പ്ലേ ആണ്. അപ്പം ഇവത്തെ സ്ക്രാച്ച് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പെബിളുകാർ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇത് തന്നേക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇവർ ഇതിൻ്റെ സെൻസറിൻ്റെ ആ ഒരു പാർട്ടിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റിമൂവ് ചെയ്ത്, എന്നാലേ നമുക്ക് പ്രോപ്പർ ഡിറ്റക്ഷനൊക്കെ ഇതിൻ്റെ സെൻസർ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ പ്രൊട്ടക്റ്റീവ് ഗാർഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ഇവർ തന്നേക്കുന്ന ഈ വൈപ്സ് വെച്ച് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഒന്ന് ആദ്യം വൈപ്പ് ചെയ്യണം. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് വെറ്റ് വൈപ്പാണ്. സോ നമ്പർ 1 എന്ന് എഴുതിയേക്കുന്ന ആ ഒരു വൈപ്പ് നമ്മൾ ആദ്യം തുറക്കുക. തുറന്നിട്ട് ആ വെറ്റ് വൈപ്പ് വെച്ച് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ നന്നായിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇതിൻ്റെ വെറ്റ് വൈപ്പ് വെച്ച് സ്ക്രീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മുടെ നമ്പർ 2 എന്ന് എഴുതിയിരിക്കുന്ന ഡ്രൈ വൈപ്പാണ്. അപ്പോൾ ആ ഡ്രൈ വൈപ്പ് വെച്ച് നമുക്ക് ഇതിൻ്റെ സർഫേസിൻ്റെ മുകളിലിരിക്കുന്ന ആ വെറ്റ്നെസ് ഒക്കെ ഈസി ആയിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്ക്രീൻ കംപ്ലീറ്റ്ലി ഒരു ക്ലീൻ ആയിട്ടുണ്ട്. എന്തായാലും ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇതിൻ്റെ മുകളിലില്ല. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ കൂടെ കെട്ടിയേക്കുന്ന ഈ സ്ക്രീൻ ഗാർഡ് എളുപ്പം ഒട്ടിക്കാം. സോ ഇവിടെ എഴുതിയേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്ക് ആദ്യം 1 എന്ന് എഴുതിയേക്കുന്നതാണ് പീൽ ചെയ്യേണ്ടത്. പീൽ ചെയ്തിട്ട് നമുക്ക് ഇത് നമ്മുടെ വാച്ചിൻ്റെ മുകളിൽ ഇതിനെ ഒട്ടിക്കേണ്ടതാണ്. സോ എളുപ്പം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് കറക്റ്റ് നമ്മൾ സെൻറ്ററിൽ വെച്ച് ഒട്ടിക്കേണ്ട ആണ്. എന്തായാലും നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾക്കിത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ കടക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്ത് തരും. കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എയർ ബബിൾസിൻ്റെ ഇടയ്ക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഡിസ്പ്ലേൻ്റെ ആ ഒരു ലുക്കും ഫീലും അത്രത്തോളം നല്ലതല്ലായിരിക്കും വരുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് മാത്രം ഈ സ്ക്രീൻ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ എയർ ബബിൾസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ എയർ ബബിൾസ് ഇല്ലാതെ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം, അത് ട്രൈ ചെയ്യണം. അതല്ലെങ്കിൽ തന്നെ നമ്മൾ എയർ ബബിൾസ് വന്നു കഴിഞ്ഞാലും നമ്മളിത് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ കൊള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇടയ്ക്കുള്ള കുറേ എയർ ബബിൾസ് തന്നെ സ്കിപ്പാകും. ഓക്കെ ഗൈസ്, ബോക്സിൻ്റെ അകത്തെ കണ്ടൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സ്റ്റിക്കർ ആദ്യം റിമൂവ് ചെയ്യാം. ഇത് സ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതല്ലാതെ വാച്ച് ഓൺ ആയിട്ടിരിക്കുന്ന ആ ഒരു ഫീൽ തരാൻ വേണ്ടിയും കൊടുത്തേക്കുന്ന ഒരു സ്റ്റിക്കറാണ്. ഇതിൻ്റെ സ്ട്രാപ്പ് നിങ്ങൾക്ക് കാണാം, നല്ല സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയേക്കുന്നതാണ്. അതല്ലാതെ പലയിടത്തും പെബിളിൻ്റെ ബ്രാൻഡിങ് ഇവർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഞാൻ ഇപ്പം കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഈ കാസിയോൻ്റെ എഡിസ്ഫിറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് അനലോഗ് ക്ലോക്കാണ്. എന്തായാലും നമുക്ക് ഈ വാച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ പെബിളെന്ന് എഴുതി വന്നിരിക്കുവാണ്. ഡിസ്പ്ലേയുടെ കളർ ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് ലാംഗ്വേജ് എളുപ്പം സെലക്ട് ചെയ്യാം. സോ ഇംഗ്ലീഷ്
ആണ് പ്രിഫറബിൾ, അതേ വായിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ വാച്ചിൻ്റെ ഡിസ്പ്ലേയിൻ്റെ കളർ ക്വാളിറ്റി. പക്ഷേ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ അകത്തൊക്കെ ഇവർ കാണിക്കുന്ന പോലത്തെ അത്രയും വലിയ ഡിസ്പ്ലേ അല്ല കിട്ടുന്നത്. നല്ല ഒരു ശതമാനം ബെസൽസ് ഈ ഒരു ഡിസ്പ്ലേയിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതൊരു ആംലെറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബ്ലാക്ക് കളറിൻ്റെ ബെസൽസ് സ്ക്രീനുമായിട്ട് മെർജ് ആകുന്നതുകൊണ്ട് ഒത്തിരി ക്ലിയർലി കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ പെബിളുകാർ വളരെ സേഫ് പ്ലേ ആണ് ചെയ്തേക്കുന്നത്. അവർ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയേക്കുന്ന വാച്ച് ഡിസൈൻസൊക്കെ ആ ഒരു ബെസൽസൊക്കെ ഹൈഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് അവർ ഈ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ സെൻസേഴ്സിൻ്റെ മുകളിൽ ഇവർ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിങ് കൊടുത്തിട്ടുണ്ട് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. സോ എന്തായാലും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം സ്പീക്കർ ഗ്രില്ല് ഇവർ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ഗോൾഡിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പിങ്കിഷ് ഗോൾഡ് കളറാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇവിടെയും നമ്മുടെ പെബിളിൻ്റെ ബ്രാൻഡിങ് ഇവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ വാച്ച് നമ്മുടെ കൈ കെട്ടിയിരിക്കുകയാണ്. സോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു വാച്ചാണ്. ഈ ഗോൾഡൻ കളറും അതല്ലാതെ ബ്ലാക്ക് സ്ട്രാപ്പും നല്ലൊരു കോമ്പിനേഷനാണ്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചറാണ്. സോ റൗണ്ട് ഡിസ്പ്ലേ വരുന്ന വളരെ കുറേ വാച്ചസേ ഉള്ളൂ ഇത്രയും നല്ലൊരു ഡിസ്പ്ലേൻ്റെ കൂടെ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് വാച്ച് ഫേസസ് വളരെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം സിംപ്ലി ഇതിൻ്റെ അകത്ത് ഈ ഒരു വാച്ച് ഫേസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്ലിയർലി ഇതിൻ്റെ ബെസൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തായാലും ഇപ്പം ഉള്ള കുറേ ബ്രാൻഡ്സുകൾ ഇത് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു ഗിമിക്കാണ് അവർ ചെയ്യുന്നത്. അവർ അഡ്വർടൈസ് ചെയ്യുമ്പം കംപ്ലീറ്റ് ഫുൾ സ്ക്രീൻ ആയിരിക്കും കാണിക്കുന്നത്. ആ ബെസൽസ് ഒക്കെ അവർ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും സോ ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വലിയൊരു ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു വാച്ചാണെന്ന് തോന്നും. എന്നിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യും. സോ എന്തായാലും അത് തീർച്ചയായിട്ടും ഒരു സ്കാം ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ എന്തായാലും നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള വാച്ച് ഫേസസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ച് ഫേസസ് ആണ്. ചിലപ്പോൾ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് അനലോഗ് ആയിട്ടുള്ള ഒരു വാച്ചാണെന്ന്. പിന്നെ ഇതിനകത്ത് റേസ് ടു വേക്ക് എന്നുള്ള ആ ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ മൂവ് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അതല്ലാതെ ഈ വാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അത് തന്നെയാണ് ഒരു മെയിൻ കാരണം ഞാൻ ഈ ഒരു വാച്ച് ഓർഡർ ചെയ്യാനുള്ളത്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ക്ലിയർലി ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. നല്ലൊരു ഡിസ്പ്ലേ ആണ്. നമ്മൾ 3000 റുപ്പീസ് കൊടുത്തിട്ട് മേടിക്കുമ്പം വളരെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വി ആർ ഓൺലി ജസ്റ്റ് പേയിങ് ഫോർ സീയിങ് ദ ടൈം. ഇതിൻ്റെ അകത്തെ ബാക്കി ഫീച്ചേഴ്സ് ഇവർ കൊടുത്തേക്കുന്ന ഇതിൻ്റെ അകത്ത് ക്ലെയിം ചെയ്യുന്ന ഫീച്ചേഴ്സ് ഒന്നും ശരിക്കും ഫങ്ഷണൽ അല്ല. ഇതിൻ്റെ പുറകിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വൈറ്റ് ലേബിൾ ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പ്രതീക്ഷിച്ച ആ ഒരു പെർഫോമൻസ് എനിക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും കാണാൻ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഇത് കൈ കെട്ടിയിട്ടൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കോംപ്ലിമെൻറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു ഗോൾഡനും ബ്ലാക്കിൻ്റെ ആ കോമ്പിനേഷൻ ഡെഫിനറ്റ്ലി അറ്റൻഷൻ ഗ്രാബിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഫങ്ഷനാലിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റിയുടെ ഡിസ്പ്ലേ ആണ്. പക്ഷേ അവർ അഡ്വർടൈസ്മെൻ്റ് അകത്ത് കാണിക്കുന്ന പോലത്തെ ഫുൾ ഡിസ്പ്ലേ ഒന്നുമല്ല. ഇതിന് നല്ലൊരു രീതിയിൽ ബെസൽസ് ഉണ്ട് ഇതിൻ്റെ സ്ക്രീനിൻ്റെ അറൗണ്ട്. ഇപ്പം നമ്മൾ MIൻ്റെ ഈ ഒരു വാച്ചിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സൊക്കെ കമ്പയർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം MIൻ്റെ ഈ ഒരു വാച്ച് ഞാൻ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഉപയോഗിക്കുകയാണ്. ഈ വാച്ചിൻ്റെ മുകളിൽ കുറേ സ്ക്രാച്ചസ് വീണിട്ടുണ്ട്. ഞാൻ ഈ ഒരു MIൻ്റെ വാച്ച് ഉപയോഗിക്കുന്നത് ഓൺലി ഫോർ മൈ ഫിറ്റ്നസ് ട്രാക്കിംഗ്, അതല്ലാതെ സ്ലീപ്പ് ട്രാക്കിംഗ്. അത് ഈ വാച്ച് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഫിറ്റ്നസ് ബാൻഡ് നമുക്ക് ഇട്ടുകൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം, വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷേ നമ്മൾ വാച്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ബൾക്കിയാണ്. ഇത് നമുക്ക് കൈ കെട്ടിക്കൊണ്ട് ഉറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും എൻ്റെ ആ ഒരു ചോയ്സ് ലുക്ക് വൈസ് മാത്രമേ കൊള്ളത്തുള്ളായിരുന്നു. കാരണം ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇവരുടെ പെബിളിൻ്റെ ഫിറ്റ് പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്.
ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഒരു ഫീച്ചേഴ്സും ഇല്ല. ഒരു ഫീച്ചേഴ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് ഇവരുണ്ടാക്കിയേക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ പുറകിൽ കൊടുത്തേക്കുന്ന സെൻസേഴ്സ് ഒന്നും ഒട്ടും ആക്യുറേറ്റ് അല്ല. ഇതിൻ്റെ ഈ സ്ട്രാപ്പിങ്ങിന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രാപ്പ് നമുക്ക് റിമൂവ് ചെയ്ത് വേണമെങ്കിൽ ക്ലീനൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സെൻസേഴ്സ് ഒക്കെ ഒട്ടും കറക്റ്റ് റീഡിങ്സ് അല്ല തരുന്നത്. നമ്മൾ ഹാർട്ട് റേറ്റ് ഒക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി ടേബിൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ടേബിളിൻ്റെ റീഡിങ് വരെ ഇത് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ് അല്ല. എൻ്റെ സെൻസേഴ്സിൻ്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വളരെ നല്ല സെൻസേഴ്സൊക്കെ ആയിരിക്കുമെന്ന്. ഇവരിൻ്റെ അകത്ത് BP മോണിറ്ററിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർ യൂസ് ചെയ്യുന്ന ആൽഗോരിതമും അതല്ലാതെ അതിൻ്റെ എൻഡ് റിസൾട്ടും ഔട്ട്പുട്ടും ഒന്നും കറക്റ്റ് അല്ല. വർക്കൗട്ട് മോഡ്സൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. വർക്കൗട്ട് മോഡ്സും അത്രയും സാറ്റിസ്ഫാക്ടറി അല്ല. സോ അഥവാ നിങ്ങൾ ഈ വാച്ച് ജസ്റ്റ് ഫോർ ദ സ്റ്റൈൽ പർപ്പസ്, ജസ്റ്റ് ഫോർ ദ ഫാഷൻ പർപ്പസ് മേടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് 3 സ്റ്റൈൽസ് ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ iWatchൻ്റെ അകത്തൊക്കെ ഉള്ള പോലത്തെ മെന്യു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു അട്രാക്റ്റീവ് കാര്യം ഈ ഒരു വാച്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡയലാണ്. സോ മോസ്റ്റ് ഓഫ് ദ വാച്ചസ് മാർക്കറ്റിൽ കിട്ടുന്ന അതിൻ്റെ ഡയൽ നോർമൽ ഡയലായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡയൽ നമ്മൾ തിരിക്കുമ്പം ഈ ഡയലിൽ നിന്ന് തന്നെ ഒരു നല്ലൊരു ക്ലിക്കി നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഓൾ ഓവർ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ഒരു നോർമൽ വാച്ചാണ്. വലിയ അങ്ങനെ എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. കാരണം ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നമുക്ക് ഒത്തിരി സ്മാർട്ട് വാച്ചസ് നമ്മുടെ ഓൺലൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് ടു ജഡ്ജ് ഏത് ഒരു ഡിവൈസാണ് നമുക്ക് വേണ്ടി നല്ലതെന്ന്. ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന കുറേ വാച്ച് ഫേസസ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ച് ഫേസസ് ആണ്. സോ ഐ ആം വെരി ഷുവർ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഒരു വാച്ച് ജസ്റ്റ് ഫോർ ദ ഫാഷൻ പർപ്പസേ യൂസ് ചെയ്യത്തുള്ളൂ. സ്മാർട്ട് ഫോൺ ഇതിനോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്മാർട്ട് വാച്ചിൽ കൂടെ കോളിംഗ് ഒക്കെ ചെയ്യുന്നത് ഐ തിങ്ക് അത് നമ്മുടെ ഒരു പ്രൈവസീനെ ഹാമ്പർ ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരുടെയെങ്കിലും കോൾ വരുമ്പോൾ നിങ്ങൾ സ്മാർട്ട് വാച്ചിൽ കൂടെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പീക്കറിൽ കൂടെ ആയിരിക്കും അതിൻ്റെ കംപ്ലീറ്റ് സൗണ്ടും അതല്ലാതെ നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാവുന്നത്. സോ ഡെഫിനറ്റ്ലി ഞാൻ ഈ ഒരു വാച്ച് കോളിങ്ങിനൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ വാച്ച് കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഐ തിങ്ക് ദാറ്റ് ഈസ് എ വെരി മച്ച് ഓവർ ഹൈപ്ഡ് കൈൻഡ് ഓഫ് ഫീച്ചർ. കാരണം നിങ്ങൾ നോർമലി ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്ത് ആ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് ആരോടെങ്കിലും സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ വെച്ച് സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഈ സ്മാർട്ട് വാച്ച് വെച്ച് സംസാരിക്കുന്നതും. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദ സ്മാർട്ട് വാച്ച് ഈസ് ഓൺ യുവർ റിസ്റ്റ്. അപ്പം നിങ്ങൾ റിസ്റ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാം, കോൾ റിജക്റ്റ് ചെയ്യാം. ആ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ മോസ്റ്റ്ലി എൻ്റെ സ്മാർട്ട് വാച്ചസോ അല്ലെങ്കിൽ സ്മാർട്ട് ബാൻഡിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്തിട്ടേക്കും. കാരണം നമ്മളെല്ലാ നോട്ടിഫിക്കേഷൻസും ഒക്കെ ഓഫ് ചെയ്തിട്ടാലേ നമുക്ക് മാക്സിമം ബാറ്ററി ഔട്ട്പുട്ട് അതിൻ്റെ കിട്ടാൻ സാധ്യതയുള്ളൂ. നമ്മുടെ നോർമൽ ഒരു MIൻ്റെ ബാൻഡ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ 7 ഡേയ്സിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഞാൻ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. 24/7 അത് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻസും കോൾ അലേർട്ടും ഒക്കെ ഓൺ ആക്കി ഇടുവാണെങ്കിൽ അതിൻ്റെ ബാറ്ററി ഒന്നുകൂടെ ഡ്രെയിൻ ആകാൻ സാധ്യതയുണ്ട്. സോ ടു സേവ് ദ ബാറ്ററി ആൻഡ് എനിക്ക് വേണ്ടിയ ഫീച്ചേഴ്സ് മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. സോ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ അതിൻ്റെ അകത്ത് ഒത്തിരി കുറേ ഫീച്ചേഴ്സ് ആയിരുന്നു ഇവർ കൊടുത്തേക്കുന്നത്. ഐ തിങ്ക് ഈ ഒരു ആപ്പ് ഇവർ മേ ബി ഇൻ ദ ഫ്യൂച്ചർ അവർ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. ഇതിൻ്റെ അകത്ത് വാച്ച് ഫേസസ് ഒക്കെ ഇവർ കൊടുത്തേക്കുന്ന കുറേ നല്ല വാച്ച് ഫേസസ് ഉണ്ട്, വളരെ യുണീക്കായിട്ടുള്ള വാച്ച് ഫേസസും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ വാച്ച് ഫേസ് ഈ വാച്ചിനോട് പെയർ ചെയ്യാൻ അല്ലെങ്കിൽ സിങ്ക് ചെയ്യാൻ നോക്കുമ്പം ഒത്തിരി സമയം ഈ ഒരു വാച്ച് കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ഓൺ ദ സോഫ്റ്റ്വെയർ എൻഡ് ദ കമ്പനി ഹാസ് നോട്ട് ഡൺ ജസ്റ്റിസ്. നമ്മൾ 3000 രൂപ കൊടുത്ത് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എക്സ്പീരിയൻസ് രണ്ടും ഈക്വലി നല്ലതായിരിക്കണം. സോ ഐ തിങ്ക്
പെബിൾ നീഡ്സ് ടു പേ മോർ അറ്റൻഷൻ ഇൻ ദ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം ഇവരെ എനിക്ക് തോന്നുന്നു ഇത് ചൈനയിൽ നിന്ന് വൈറ്റ് ലേബിൾ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ആപ്പും അതിൻ്റെ APKs ഒക്കെ ഇവർക്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ചാണ് ഇവർ ഈ ഒരു ജനറിക് ആയിട്ടുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് ലുക്സിൻ്റെ രീതി നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലൊരു വാച്ച് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ മോസ്റ്റ്ലി അൺലൈക്ക് മീ, മോസ്റ്റ്ലി ആൾക്കാർ ഒരു സ്മാർട്ട് വാച്ച് മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പോർട്സ് ട്രാക്കിങ്ങും അതല്ലാതെ ചിലർ കോളിംഗ് ഫീച്ചറും അതല്ലാതെ നോട്ടിഫിക്കേഷൻസൊക്കെ നമ്മുടെ കയ്യിലെ വാച്ചിൽ തന്നെ കാണാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. സോ അങ്ങനെ ഫുൾ ഫ്ലെഡ്ജഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മേ ബി ഈ ഒരു വാച്ച് വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം. കാരണം ഇതിൻ്റെ അകത്തെ ഫീച്ചേഴ്സ് ഒന്നും അപ് ടു ദ മാർക്കല്ല. അതല്ലാതെ ബാറ്ററി ബാക്കപ്പ് ഇവർ ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡ് ബൈ ടൈം 30 days എന്നാണ് ബോക്സിൻ്റെ മുകളിൽ എഴുതിയേക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സിൻ്റെ കൂടെ ഉപയോഗിച്ച് നോക്കിയപ്പം ഓൺലി 3 days ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ലാസ്റ്റ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസും എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടു. ബ്ലൂടൂത്ത് കോളിങ്ങും കാര്യങ്ങളും എല്ലാം ഓഫ് ചെയ്തിട്ടു. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തപ്പം ഇത് എനിക്ക് മാക്സിമം ഒരു 5 days വരെ കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. സോ ഐ ഡെഫിനറ്റ്ലി തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ വെരി ഗുഡ് പ്രൊഡക്റ്റ്. കാരണം കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ നിങ്ങളെ ഇതിൻ്റെ വാച്ച് ഫേസ് സിങ്ക് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ വാച്ച് ഫേസ് ഏതെങ്കിലും ഒരു വാച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സിങ്ക് ഡയലെന്ന് ചെയ്യുമ്പം ആദ്യം ഇത് നമ്മുടെ ഈ ഒരു ഡയൽ അവരുടെ ആപ്പിൻ്റെ അകത്തോട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് സിങ്ക് ആകുന്നത് നമുക്കിവിടെ കാണാം. സിങ്ക് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വാച്ചിൻ്റെ മുകളിൽ ഒരു സൈൻസും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ദാറ്റ് ദ ഡയൽ ഈസ് ബീങ് സിങ്ക്ഡ്. അപ്പം വളരെ ഒരു ലേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. സോ നമ്മളിത് സിങ്ക് ചെയ്യാൻ നോക്കിയപ്പോൾ സോ അഗെയിൻ ഇത് ബ്ലൂടൂത്ത് പെയറിങ് റിക്വസ്റ്റ് ഇവിടെ ചോദിക്കുവാണ്. സോ നമ്മൾ പിന്നെയും ഇത് ബ്ലൂടൂത്ത് പെയറിങ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുവാണ്. സിങ്ക്രണൈസിങ് എന്ന് ഇവർ എഴുതി കാണിക്കുന്നുണ്ട്. ഫൈനലി വാച്ചിൻ്റെ മുകളിൽ 0% എന്ന് എഴുതി വന്നിട്ടുണ്ട്. സോ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഇത് ഇത്രയും സിങ്ക് ആകാൻ ഇത്രയും സമയം എടുക്കേണ്ടിയില്ല. ഞാൻ ആ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് MIയുടെ ഈ ബാൻഡ് സിങ്ക് ചെയ്ത് കാണിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുമായിരിക്കും രണ്ടിൻ്റെയും ഡിസ്പ്ലേൻ്റെ സൈസിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, ഡേറ്റ ട്രാൻസ്ഫർ ആകുന്ന സ്പീഡ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് കണക്ഷനിൽ കൂടെയാണ്, അല്ലാതെ ഡേറ്റ കണക്ഷൻ അല്ല. സോ ബ്ലൂടൂത്ത് കണക്ഷനിൽ കൂടെ തന്നെ നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ ഇത്രയും സമയം എടുക്കുന്നു. എന്തായാലും വാച്ച് ഫേസ് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ആയിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. സോ കുറേ വാച്ച് ഫേസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വാച്ച് ഫേസൊക്കെ നമ്മുടെ മൈ ഡയൽസിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വാച്ച് ഫേസ് ആയിരുന്നു. അപ്പം ഇത് നമുക്ക് ഒന്ന് എളുപ്പം സിങ്ക് ചെയ്ത് നോക്കാം. ഈ ഒരു വാച്ച് ഫേസ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ആനലോഗ് വാച്ചിൻ്റെ ഒരു ഫീല് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അപ്പം എനിക്ക് ആനലോഗ് വാച്ചസിൻ്റെ വളരെ ഒരു ലൈക്ക് ഐ ഹാവ് എ വെരി ഗുഡ് കളക്ഷൻ ഓഫ് ആനലോഗ് വാച്ചസ് ആൻഡ് ഐ ആം എ സൂപ്പർ ഫാൻ. എന്തായാലും ഈ റൗണ്ട് ഡയലിൻ്റെ ഒരു സ്മാർട്ട് വാച്ച് മേടിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ആനലോഗ് ആയിട്ടുള്ള ഒരു ആനിമേഷനുള്ള വാച്ച് ഫേസ് നമുക്ക് യൂസ് ചെയ്യണമെന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ആ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ കൂടെ നമുക്ക് നൈറ്റിലൊക്കെ ഈസി ആയിട്ട് നമ്മുടെ കൈ ട്വിസ്റ്റ് ചെയ്യാതെ തന്നെ വാച്ചിൻ്റെ സമയം കാണാൻ സാധിക്കും. സോ ആ ഒരു ഫീച്ചേഴ്സിനൊക്കെ വേണ്ടിയായിരുന്നു ഞാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ്. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ വാച്ച് ഫേസ് സിങ്ക് ചെയ്തിരിക്കുകയാണ് ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് പ്രിറ്റി ഗുഡ്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു ആമുലേറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളേഴ്സിൻ്റെ വാൾപേപ്പേഴ്സും അതല്ലാതെ ഡയൽസും ഒക്കെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി നമുക്ക് ഈ സെയിം MI ബാൻഡിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം. ഇത് സിങ്ക് ചെയ്യാൻ കണ്ടോ, സിങ്കിങ് ഇതിൻ്റെ എത്ര ഫാസ്റ്റാണ്. വളരെ ഈസിലി നമുക്ക് ഇതിൻ്റെ വാച്ച് ഫേസസ് ഒക്കെ സിങ്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ആപ്പിൻ്റെ പാർട്ടിൽ, സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടിൽ ഞാൻ പറയും
പെബിളിന് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ട്, എന്നാലേ അവരുടെ ഈ പ്രൊഡക്ട്സൊക്കെ വിറ്റ് പോകത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ വാച്ച് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഫോൺ കോൾസും അതല്ലാതെ വീഡിയോ ഓഡിയോയും കോൺടാക്ട് ഷെയറിങ്ങും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസിലി നമ്മുടെ ഈ ഒരു വാച്ച് വെച്ച് തന്നെ നമുക്ക് സിംപ്ലി കോൾസൊക്കെ ഇവിടെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വാച്ച് വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. സോ അഥവാ നിങ്ങൾ ഈ സ്മാർട്ട് വാച്ച് വെച്ച് കോൾ അറ്റൻഡ് ചെയ്യുകയോ കോൾ റിജക്റ്റ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സൊക്കെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാച്ച് വെച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഔട്ട് ദെയർ ഇൻ ദ മാർക്കറ്റ് ദെർ ആർ മെനി വാച്ചസ് ദാറ്റ് ആർ അവൈലബിൾ. അതല്ലാതെ ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് കോൾ റെക്കോർഡ്സും ആക്സസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വന്ന നമ്പറിൽ നമുക്ക് തിരിച്ച് കോൾ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഹാൻഡി ഫീച്ചർ ഫോർ ഓൾ ദ പീപ്പിൾ ഹൂ യൂസ് ദ കോളിംഗ് ഫീച്ചർ ഓൺ ദ സ്മാർട്ട് വാച്ച് ഇറ്റ് സെൽഫ്, റൈറ്റ്. അതല്ലാതെ ഈ ഒരു വാച്ചിൻ്റെ അകത്ത് നമുക്ക് നമ്പേഴ്സ് ഡയൽ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും ഇവർ കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മൾ നമ്പറൊക്കെ ഡയൽ ചെയ്തിട്ട് ഈസിലി നമുക്ക് നമ്മുടെ ഫോണിന് ത്രൂ കോൾ ചെയ്യാവുന്നതാണ്. സോ ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു എ വാച്ച് ദാറ്റ് ക്യാൻ ഡു ഓൾ ഓഫ് ഇറ്റ്, ദിസ് ഈസ് ദ വാച്ച്. പക്ഷേ ഇതിൻ്റെ ഫങ്ഷണാലിറ്റി വൈസ് ഇതിൻ്റെ സെൻസറിൻ്റെ ആക്യുറസിയൊക്കെ വളരെ പൂവറാണ്. സോ അത് നിങ്ങൾ മനസ്സിൽ കരുതി മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ലുക്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ അറിയേണ്ട വേറെ ഒരു 3000 രൂപയുടെ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നമുക്ക് മാർക്കറ്റിൽ വേറെ കുറേ സ്മാർട്ട് വാച്ചസ് അവൈലബിൾ ആണ്. അതിൻ്റെ സെൻസറിൻ്റെ കേപ്പബിലിറ്റിയും അതല്ലാതെ ആക്യുറസിയും ഒക്കെ ഇതിനെക്കാട്ടി ഒത്തിരി മച്ച് ബെറ്ററാണ്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് AI വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ഫീച്ചർ ഇവർ തന്നിട്ടുണ്ട്. സോ സിംപ്ലി നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ട്രിഗർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് നിങ്ങളുടെ വാച്ചിൻ്റെ ത്രൂ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് മൊത്തത്തോളം ഒരു പ്രൊജക്റ്റായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് വർത്ത് ദ പ്രൊഡക്റ്റ്. അതല്ലാതെ ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഐ ആം വെരി ഷുവർ ഇതിൻ്റെ അകത്ത് ഇവർ കാണിക്കുന്ന ആ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഇവർ കാണിക്കുന്നത് ഡെഫിനറ്റ്ലി കറക്റ്റ് അല്ലായിരിക്കും. കാരണം നമ്മളെ ഹാർട്ട് ബീറ്റ് റേറ്റ് തന്നെ ഇത് മോണിറ്റർ ചെയ്യുന്ന വളരെ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു വാല്യൂ ആണ് ഇവർ കാണിക്കുന്നത്. കാരണം നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാലും അതിന് വാല്യൂ കിട്ടുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇത് ഫീഡായിട്ടുള്ള ഒരു അതാണ്. അതല്ലാതെ ഈ ഒരു വാച്ചിൻ്റെ അകത്ത് നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ഒരു ഫീച്ചർ കാണുന്നുണ്ട്. സോ നമുക്ക് സിംപ്ലി ഈ കാൽക്കുലേറ്റർ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മുകളിൽ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ചെറിയൊരു സ്ക്രീനാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരു ആഡഡ് ഫീച്ചർ വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ അതല്ലാതെ വേറെ ഒരു ആഡ് ഓൺ ഫീച്ചർ ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്, നമ്മൾ ഈ വാച്ച് ഷേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. സോ നമ്മുടെ MI ബാൻഡിൽ ഇതുപോലത്തെ നമ്മുടെ ക്യാമറ ട്രിഗർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വളരെ ആഗ്രഹിച്ച് മേടിച്ച ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ലുക്സ് മാത്രം കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. സോ ഞാൻ ഇതിനെക്കുറിച്ച് എത്ര ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും ഐ നോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫൈഡ്. പക്ഷേ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട്, ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. ബട്ട് ഐ തിങ്ക് ഐ വോണ്ട് ബി യൂസിങ് ദിസ് പ്രൊഡക്റ്റ് ഫോർ വെരി ലോങ്. കാരണം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും അത്രത്തോളം നല്ലതല്ല. അതല്ലാതെ സെൻസറിൻ്റെ ആക്യുറസിയും ഒന്നും അത്രത്തോളം നല്ലതല്ല. ആൻഡ് ഐ തിങ്ക് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ബൈ ദിസ് പ്രൊഡക്റ്റ്, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഇതിൻ്റെ സെൻസേഴ്സ് അക്യുറേറ്റ് അല്ല. ലുക്സിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. വേറെ കുറേ സ്മാർട്ട് ബാൻഡ്സും സ്മാർട്ട് വാച്ചസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതൊക്കെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ദിസ് വാസ് ജസ്റ്റ് എ സിമ്പിൾ അൺബോക്സിങ് ആൻഡ് മൈ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ. I hope you like this video. Thank you so much for watching the video till the end. ഇവിടെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക. സോ ഞാൻ ഇങ്ങനത്തെ ടെക് റിലേറ്റഡ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസ് കോൺസ്റ്റൻ്റ്ലി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇതൊന്നും സാധ്യമല്ല. Thank you so much guys. This is Akshay signing off and you are watching AccuLife Malayalam.